റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. മാലോകർക്കെല്ലാം നന്മകൾ ചൊരിയും സുദിനമിതാ. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. മാലോകർക്കെല്ലാം നന്മകൾ ചൊരിയും സുദിനമിതാ. കാരുണ്യത്തിന്റെ കവാടം തേടുന്നോർക്കെല്ലാം കനിവാലെ നൽകും റബ്ബ് റഹ്മത്തിൻ ചഷകം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസുബ്ഹാനല്ലാഹിൽ അലീം. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ദീർഘമായി സംസാരിക്കേണ്ട സമയങ്ങളല്ല നമ്മുടെ മുമ്പിലുള്ളത്. സംസാരം അവസാനിപ്പിച്ച് കൂടുതൽ പ്രവർത്തിക്കേണ്ട സമയമാണ്. എന്നാൽ നമ്മുടെ സംസാരവും ഒരു സൽക്കർമ്മത്തിലാകും. ഈ സംസാരം കേൾക്കുന്നതും ഒരു സൽക്കർമ്മത്തിലാണ് എന്ന വിചാരത്തോടു കൂടി, അങ്ങനെ ആകട്ടെ എന്ന നിയ്യത്തോടു കൂടിയാണ് നാം ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിയ്യത്ത് പുതുക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ച് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി എല്ലാവരും പള്ളിയിലിരിക്കുക. അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ ഒരു സൽക്കർമ്മമായി അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ വല്ലാതെ കനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മമായി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. നാം ഈ ദുബായിൽ ഈ മലയാള ഖുതുബ ആരംഭിച്ചതു മുതൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അല്ലാഹു തആല ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു തരുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ മക്കളോടുള്ള ചില ഉപദേശങ്ങൾ നൽകിയിരുന്നുവല്ലോ.
അന്ന് തന്നെ കുറേ കുട്ടികൾ ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങളുടെ മാതാപിതാക്കളോടുകൂടി കുറേ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അന്ന് സമയം കിട്ടിയില്ല. ഇന്നാകട്ടെ അത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന ഒരവസരത്തിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഒരുപാട് കാലമായി ഇത് പറയാൻ എൻ്റെ മനസ്സിൽ മുട്ടി നിൽക്കുന്നു. അതിന് പ്രത്യേകമായ ഒരു കാരണവുമുണ്ടായി. മാസങ്ങൾക്ക് മുമ്പ് ദുബായിലെ അൽഖൂസ് മഖ്ബറയിൽ ഇവിടെയുള്ള ഒരു സ്വദേശിയായ ഒരു വലിയ മനുഷ്യൻ്റെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഈ മരിച്ച മനുഷ്യൻ്റെ ഒരു മകൻ, അദ്ദേഹം ഒരു സാധാരണ മകനല്ല, ദുബായിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കി. അന്ന് തന്നെ ഞാൻ ചില സുഹൃത്തുക്കളോടത് പറയുകയും ചെയ്തിരുന്നു. ഒരു മകനെ, അയാൾക്കൊരുപാട് മക്കളുണ്ട് മരിച്ച ആൾക്ക്, പക്ഷേ ഒരു മകനെ അദ്ദേഹം വളർത്തേണ്ട വിധം വളർത്തിയപ്പോൾ ഉണ്ടായ ഒരു വല്ലാത്ത അവസരം, ഒരു അവസ്ഥ. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഈ മകനും അയാളുടെ മക്കളും കൂടി. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി എടുത്തു വെച്ച ശേഷം അദ്ദേഹം വളരെ സൗമ്യമായി 2 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്ന നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് നിസ്കരിക്കണം, എന്നിട്ട് നിസ്കരിക്കണതിൻ്റെ രീതിയും പറഞ്ഞു. മയ്യത്ത് നിസ്കരിച്ചിട്ട് മഖ്ബറയിലേക്ക് ഖബറടക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും കൂടി മയ്യത്ത് എടുത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ നിർത്തി എല്ലാവരെയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാപ്പൻ്റെ മയ്യത്താണ് കൊണ്ടുപോകണത്. അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത ഒന്നും ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് മയ്യത്ത് കൊണ്ടുപോകലുണ്ട്, അത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് മരണത്തെക്കുറിച്ചോർത്ത്, ഖബറിനെക്കുറിച്ചോർത്ത്, ഖബറിൻ്റെ അടിയിലൂടെയാണ് നാം പോകുന്നതെന്നോർത്ത് ശാന്തമായി മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് ഈ ഖബറിൻ്റെ അടുത്തെത്തി. അവിടെയാണ് വല്ലാത്ത അനുഭവങ്ങളുണ്ടായത്. സാധാരണ ഖബർ കുഴിക്കുന്ന ആളാണല്ലോ മയ്യത്ത് വെക്കലും ഖബർ മൂടലും ഒക്കെ. ഇദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മകൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും കന്തൂറൊക്കെ വലിച്ചു കയറ്റി മയ്യത്ത് വെക്കേണ്ട വിധം വെച്ചു. എന്നിട്ട് മണ്ണിട്ട് മൂടി. ആരെയും അവർ അതിൽ കൂട്ടിയില്ല, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും. എന്നിട്ട് അവിടെ നിന്ന് ആ ഖബറിൻ്റെ അടുത്തേക്ക് വന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു, വലിയ മനുഷ്യന്മാർ. ഇവിടുത്തെ വലിയ കുടുംബത്തിലെ വലിയ ആളുകൾ, വലിയ കാറുകളും വലിയ പത്രാസുമൊക്കെ കാട്ടി ആ ഖബറിൻ്റെ അടുത്തേക്ക് വന്ന ഒരുപാട് വലിയ മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരെ നോക്കി അദ്ദേഹം പറഞ്ഞ വല്ലാത്ത ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ഖബറിൽ ഇപ്പോൾ വെച്ചത് എൻ്റെ വാപ്പയാണ്. എൻ്റെ വാപ്പ ആരാന്ന് നിങ്ങൾക്കറിയാലോ? എൻ്റെ വാപ്പയാണ് ദുബായിലെ ആദ്യത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡയറക്ടർ. എൻ്റെ വാപ്പയാണ് ആദ്യമായി ദുബായിൽ എയർ കണ്ടീഷൻ വെച്ചത്. എൻ്റെ വാപ്പയാണ് ആദ്യമായി
ജനറേറ്റർ വെച്ച് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എൻ്റെ വാപ്പയും എൻ്റെ വീടുമാണ്. എൻ്റെ വാപ്പയാണ് ആദ്യമായി ഇറക്കുമതി ചെയ്ത ഒരു നല്ല കാറ് ദുബായിൽ വാങ്ങിയത്. ഇനി എനിക്ക് ഓർമ്മയില്ലാത്ത ഒരുപാട് സംഗതി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ. ആ എൻ്റെ വാപ്പയാണ് ഈ കിടക്കുന്നത്. 7 വർഷമായി എൻ്റെ വാപ്പ അൾഷീമിയേഴ്സ് എന്ന് പറഞ്ഞൊരു രോഗബാധിതനായിരുന്നു. അഥവാ സ്വന്തം മകനെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത, ഓർമ്മയില്ലാത്ത ഒരു രോഗം. പ്രതാപം ധാരാളം എൻ്റെ വാപ്പക്കുണ്ടായിരുന്നു. സമ്പത്ത് ധാരാളമായിരുന്നു. സൗകര്യങ്ങൾ അതിലേറെയായിരുന്നു. ഒരുപാട് നേഴ്സുമാർ നിന്നാണ് എൻ്റെ ഉപ്പയെ ശുശ്രൂഷിച്ചത്. ആ എൻ്റെ ഉപ്പയാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, വലിയ ബാങ്ക് ബാലൻസ് ഉള്ളവർ, വലിയ കാറുള്ളവർ, വലിയ സൗകര്യമുള്ളവർ, വലിയ വിശാലതയുള്ളവർ, വലിയ കുടുംബത്തിൽ നിന്ന് വന്നവർ, ദുബായിലെ ഏറ്റവും ഉന്നതമായ വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ വാപ്പയ്ക്ക് വന്ന ഈ അവസ്ഥ നമുക്കെല്ലാവർക്കും വരും. നമ്മുടെ പണമോ സ്വാധീനമോ സൗകര്യമോ വിശാലതയോ ഒന്നും ഇതിന് തടസ്സമാവുകയില്ല. അതുകൊണ്ട് ഒരുങ്ങുക. അദ്ദേഹം പറഞ്ഞ വാചകം ഇസ്തഇദ്ദു ലിമിസ്ലി ഹാദൽ യൗം. ഇതുപോലെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങളൊക്കെ തയ്യാറെടുക്കുക. ഇതുപോലെയുള്ള ഒരു ദിവസം നിങ്ങളുടെ ഡ്രൈവർ വിളിച്ചാൽ വരില്ല, നിങ്ങളുടെ മൊബൈൽ വർക്ക് ചെയ്യൂല, നിങ്ങളൊരു പക്ഷേ വിരലമർത്തിയാൽ ഉള്ള ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അതൊന്നും കിട്ടൂല. ഇമാതിരി ഒരു സൗകര്യവും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ചെയ്ത അമലുസാലിഹാത്തുകളല്ലാതെ മറ്റൊന്നും. അതുകൊണ്ട് ഈ എൻ്റെ വാപ്പൻ്റെ മയ്യത്ത് ഖബറിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങളതുകൊണ്ട് സഹോദരന്മാരെ നന്നാവണം. ഇങ്ങനെ ജീവിച്ചു പോയാൽ നമ്മുടെ കാര്യം കഷ്ടമായിരിക്കും. ദീർഘമായി അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഇനി നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് സലൂ ലഹു തസ്ബീത്ത് എന്നതാണ്. അദ്ദേഹത്തിന് ഖബറിൽ സുഖം കിട്ടാൻ, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യാൻ സ്ഥൈര്യം കിട്ടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. പക്ഷേ എനിക്കറിയാം ദുബായിൽ ജീവിച്ച് വളർന്ന് നിങ്ങൾക്കൊന്നും അത് കഴിയില്ല. കാരണം നിങ്ങളാരും ദുആ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ദുആ ചെയ്യാൻ അറിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ എൻ്റെ വാപ്പ പഠിപ്പിച്ചു. എന്നെ എൻ്റെ വാപ്പ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഈ ദുആ സ്വീകരിക്കാൻ വേണ്ടി ആമീൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. സുന്നത്തെല്ലാവരും കൂടി ഈ ഖബറിലുള്ള ആൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ഇനിയെങ്കിലും നിങ്ങളത് പഠിക്കണം. സഹോദരന്മാരെ, ഇതെൻ്റെ മനസ്സിൽ വല്ലാതെ ഒരുപാട് ദിവസമായി ഇതിങ്ങനെ കാലമായി ഇത് മുട്ടി നിൽക്കുന്നു. പറയാഞ്ഞിട്ട് ഭയങ്കര പ്രയാസം. ഇപ്പോൾ തീർന്നു. ഇതൊരു മകനാണ്. ഒരു മകനെ, ഒരുപാട് മക്കളുണ്ട് ഈ മരിച്ച മനുഷ്യൻ. ഇയാൾ വലിയ മുതലാളിയാണ്. പേരൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ പറയണ്ട. പക്ഷേ അദ്ദേഹം ഒരു മകനെ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇങ്ങനെയാണ് വളർന്നത്. വലിയ ആലിമായി, ഖുതുബ പറയുന്ന വലിയ പണ്ഡിതനായി, താടിയൊക്കെ വെച്ച വലിയ മനുഷ്യൻ, ഖുർആനൊക്കെ ഹിഫ്ളാക്കിയ വലിയ പണ്ഡിതൻ. അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹം മഹാപണ്ഡിതനാണ്. സഹോദരന്മാരെ, രക്ഷിതാക്കളാണ് നാം, ഉപ്പമാരാണ്, ഉമ്മമാരാണ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടുമാണ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, ഇങ്ങനെയുള്ളൊരു അവസരം, സന്ദർഭം നമുക്കൊക്കെ വരും. നമ്മുടെ മക്കൾ എവിടെ നിൽക്കും? ഈ പറഞ്ഞ രൂപത്തിൽ സംസാരിക്കാവുന്ന, പ്രവർത്തിക്കാവുന്ന ഒരു മകൻ, ഇതിൻ്റെ നേരെ ഒരു എതിർചിത്രം എൻ്റെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. നമ്മളെയൊക്കെ നാട്ടിൽ വാപ്പ മരിച്ചാൽ
ശബ്ദം കൂട്ടി പറയണമെന്നാണ് പറയണേ. ഈ ശബ്ദത്തിൽ തന്നെ അത് അവസാനിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. നിങ്ങൾ ദുആ ചെയ്താലും അള്ളാഹു ആരോഗ്യം നൽകട്ടെ. നമ്മളെയൊക്കെ നാട്ടിൽ വാപ്പ മരിച്ചാൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, നാട്ടിലുള്ളവരുന്നാണെങ്കിൽ തന്നെയും വാപ്പയൊക്കെ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നും നമുക്കറിയില്ല. വാപ്പ പഠിപ്പിച്ചിട്ടില്ല മക്കളെ. ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വാപ്പ പഠിപ്പിച്ചിട്ടില്ല. ഒറ്റ വാപ്പയും പഠിപ്പിച്ചിട്ടില്ല. വേറെ എക്കണോമിക്സും സയൻസും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാത്ത സങ്കടം. എന്നിട്ട് അന്തം വിടുക കുട്ടികൾ. എന്നിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണതനുസരിച്ച് ചെയ്യാം. മതിയോ? നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത. എന്നിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യാം. അല്ല, അത് പോരാ. സഹോദരന്മാരെ, നമ്മൾ എന്തുമാത്രം നിർഭാഗ്യവാന്മാരായിരിക്കും. നമ്മളെ മയ്യത്ത് ഇങ്ങനെ കിടക്കുക, എന്നിട്ട് എന്തു ചെയ്യണം ഈ മയ്യത്ത് കൊണ്ട് എന്നറിയാത്ത, ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നറിയാത്ത മക്കൾ. എന്താണ് ആ മക്കളെ കൊണ്ടൊരു കാര്യം? നമുക്ക് മാറണ്ടേ? ഒരു ദുബായിലുള്ള ഒരു മകൻ്റെ ചിത്രം ഞാൻ ഖുത്ബയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ അൻമനാർ സെൻറ്ററിൽ പഠിക്കുന്ന 3rd ഗ്രേഡിൽ പഠിക്കുന്ന ഒരു 8-9 വയസ്സായ ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ഭയങ്കരമായി കരയുന്നു. ഭയങ്കര കരച്ചിൽ. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ കുട്ടി എന്താന്ന് പറയണില്ല. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ കുട്ടി ഭയങ്കരമായി പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് ആ കുട്ടി പറയുന്നത്, എൻ്റെ വാപ്പ നിസ്കരിക്കണില്ല, എൻ്റെ വാപ്പ നിസ്കരിക്കണില്ല. എനിക്ക് മനസ്സിലായില്ല എന്താണ്. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചു ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ കൊച്ചു കുട്ടി 9 വയസ്സ് ആയിട്ടുണ്ടാവും. ആ കുട്ടിയും ബാപ്പയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും കുട്ടിയും ബാപ്പയും. ഭയങ്കര കരച്ചിൽ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ സാരമില്ല, നീ പറഞ്ഞു കൊടുത്തില്ല? ആ പറഞ്ഞു കൊടുത്ത്, പക്ഷെ എന്നിട്ടും നിസ്കരിക്കണില്ല. പിന്നെ നീ എന്തൊക്കെ ചെയ്തു? ഞാൻ പലതും ചെയ്തു നോക്കി. ഞാൻ ഉപ്പൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞു, പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു, പാർക്കിൽ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പുറത്തിങ്ങനെ ഒറ്റക്ക് നിന്നു, ബഹിഷ്കരിച്ചു, എല്ലാം ഒഴിവാക്കിയൊക്കെ. ഞാൻ മുണ്ടെന്നല്ല നിസ്കരിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞു. എന്നിട്ടും ഉപ്പ നിസ്കരിച്ചില്ല. ഇന്ന് സുബഹിയും ഉപ്പ നിസ്കരിച്ചിട്ടില്ല. ഭയങ്കരമായ കരച്ചിലാണ് കുട്ടി. അപ്പോൾ ഞാൻ ഈ കുട്ടീൻ്റെ വാപ്പനെ വിളിച്ചു. വാപ്പനെ വിളിച്ച് ഇങ്ങനെ, നിങ്ങളെ മോനൊരു ചെറിയ പ്രശ്നമുണ്ടൊന്ന് വരണം എന്ന് പറയും. വാപ്പ ജോലിയിലാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ആ വാപ്പ എത്തി. അപ്പോൾ എന്താ പ്രശ്നം? മോന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വാപ്പക്ക് എന്തായി? പ്രയാസമായി. മോന് തലവേദന ആണെങ്കിൽ വാപ്പക്ക് പ്രയാസമാണ്, പനിയാണെങ്കിൽ പ്രയാസമാണ്. ഓടി വന്നപ്പോൾ ഇയാൾ കാണുന്ന രംഗം, ഈ കുട്ടി എൻ്റെ റൂമിലിരുന്നിട്ട് ഭയങ്കരമായി കരയാണ്. അപ്പോൾ കുട്ടീനെങ്ങനെ തലോടി വാപ്പ എന്നിട്ട് ചോദിച്ചു, എന്താ മോനെ? അപ്പോൾ ഈ കുട്ടി ഉപ്പനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായി കരഞ്ഞു. ഞാൻ പറഞ്ഞു, കുട്ടിക്ക് പറയാൻ കഴിയില്ല പ്രശ്നം, ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇരിക്കേ. ആ കുട്ടീൻ്റെ പ്രശ്നം നിങ്ങൾ നിസ്കരിക്കണില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിസ്കരിക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇയാളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ഇങ്ങനെ ചോദിച്ചു, ഇയാളെങ്ങനെ ഇവിടെ എത്തി, മദ്രസയിൽ എങ്ങനെ കുട്ടീനെ കൊണ്ടുവന്നാക്കി? ഞാനിങ്ങനെ എൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്, അപ്പം എൻ്റെ കുട്ടിയും വരട്ടെ എന്ന് വിചാരിച്ച് ഞാനാക്കിയത്. എനിക്കിതൊന്നും അറിയില്ല, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. മൂപ്പര് വേറെ ഏതൊരു ലോകത്ത് ജീവിച്ച്. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് വിഷയം. നിങ്ങൾ നമസ്കരിക്കണില്ല, നമസ്കരിക്കാൻ കുട്ടി നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് നിസ്കാരം അറിയില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കിയ ആ ഒരവസ്ഥ. അവസാനം ഈ കുട്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കണ കുട്ടി ഇരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. എന്നിട്ടും ഇയാളിങ്ങനെ ശരിയാണില്ല. അയാൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധം വരുന്നില്ല. ഹിദായത്ത് അള്ളാഹ് കൊടുക്കേണ്ടതാണ്, നമുക്കാർക്കും കൊടുക്കാൻ കഴിയാത്തത്. അതാണല്ലോ അബൂ താലിബിൻ്റെയും റസൂലുള്ളാഹിൻ്റെയും ഇടയിലുള്ള സംഭാഷണം നമുക്കറിയാമല്ലോ. അള്ളാഹ് കൊടുക്കേണ്ടതാണ് ഹിദായത്ത്. പക്ഷേ എനിക്ക് വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിയ ഒരു സംഗതി, ആ ഹിദായത്തിൻ്റെ കാരണം പലതുമായിരിക്കും. ഹിദായത്തിനുള്ള കാരണങ്ങൾ പലതുമായിരിക്കും. ഈ കുട്ടി ഭയങ്കര സമർത്ഥനാണ്.
ആ കുട്ടി ഓടി വന്നിട്ട് ഉപ്പാൻ്റെ കാലിന്മേൽ വീണു. കാലിന്മേൽ വീണിങ്ങനെ നിലത്ത് കിടക്കുക. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഉപ്പ നിസ്കരിക്കുമെന്ന് ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേൽക്കൂല. നിവൃത്തിയില്ലാതെ ഇയാൾ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിസ്കരിച്ചോളാം. ആ കുട്ടി എഴുന്നേറ്റ് ഭയങ്കര സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞു ഇയാളോട്, നിങ്ങളവിടെ ഇരിക്കും, ഞാൻ നിസ്കാരം പഠിപ്പിച്ചു തരാം. നിസ്കാരം പറഞ്ഞു കൊടുത്ത് എന്താന്ന് തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം ഈ കുട്ടീൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വല്ലാത്ത ഒരു സുഖം ഞങ്ങളെ വീട്ടിൽ, വല്ലാത്തൊരു സന്തോഷം. അപ്പം എന്താ? ഒന്നുമില്ല, അയാൾ നിസ്കരിക്കാൻ തുടങ്ങി. അതും ആ മോൻ കാരണമായാണല്ലോ. ആലോചിച്ച് നോക്കി, ഒരു ചെറിയ കുട്ടി ഹിദായത്തിന് കാരണമാവുക. സഹോദരന്മാരെ, ഇതും നമ്മുടെ മുമ്പിലുള്ള ചിത്രമാണ്. രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു രക്ഷിതാവിന് നിർവഹിക്കാനുള്ള, രക്ഷിതാവ് ചെയ്യേണ്ട ഒരുപാട് സംഗതികൾ. പലപ്പോഴും രക്ഷിതാക്കളിൽ ഉമ്മമാരും ഉപ്പമാരും ഭൂരിഭാഗം അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ മക്കൾ, അല്ലേ? ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? നല്ല മക്കളാണ്. നല്ല മക്കൾ, ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കുമില്ല. പക്ഷെ നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നല്ല ഉമ്മമാരുണ്ടാകണം, അല്ലേ? നല്ല ചെടി കുഴിച്ചിട്ടാലേ നല്ല കായ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു നല്ല നഴ്സറിയിൽ നിന്നല്ലാതെ വാങ്ങിയ ചെടി എന്താണ്? അത് നന്നായിക്കൊള്ളണമെന്നില്ല. നല്ല നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിയാലോ നല്ലോണം കായ്ക്കും, നല്ലോണം പുഷ്പിക്കും. നല്ല കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ എവിടുന്ന് തുടങ്ങണം? കുടുംബം ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്ത് തുടങ്ങണം. ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്ത് നിന്ന് തുടങ്ങണം. നല്ല കുടുംബത്തെ, നല്ല ഭാര്യയെ, നല്ല സഹധർമ്മിണിയെ, നല്ല ജീവിതത്തിലെ നല്ല കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് എന്ത്? നല്ല കുട്ടികളുണ്ടാവുക. നിക്കാഹ്, വിവാഹം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഇസ്ലാമിലെ ലക്ഷ്യം തന്നെ അതാണ്. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ അതുണ്ടല്ലോ, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. സക്കരിയ അലൈഹിസ്സലാം അവിടെ വെച്ച് തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. നോക്കി നിങ്ങൾ, റബ്ബേ നിന്റെ അടുത്ത് നിന്ന് എനിക്ക് നീ നല്ല ഉത്തമമായ സന്താനങ്ങളെ നൽകണമേ. ദുആ ചെയ്യണം, നല്ല കുട്ടികളെ കിട്ടാൻ ദുആ ചെയ്യണം. ഇന്നക സമീഉദ് ദുആ, നിശ്ചയമായും നീ കേൾക്കുന്നവനാണല്ലോ, പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. നല്ല മക്കളെ കിട്ടാൻ ദുആ ചെയ്യണം. ഭാര്യൻ്റെ പ്രസവവേദനകൾ വരുന്ന സമയത്ത് പ്രസവം എളുപ്പമാകാൻ ദുആ ചെയ്താൽ പോരാ. പ്രസവം ബുദ്ധിമുട്ടില്ലാത്തതാകാൻ വേണ്ടി പോരാ. ദുആ ചെയ്യേണ്ടത് സക്കരിയ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നു. എന്താ ദുആ ചെയ്യേണ്ടത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. നാഥാ, നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ഈ കുട്ടി പറക്കാൻ പോകുന്നു, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നു, എനിക്ക് ത്വയ്യിബത്തായ നല്ല സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലേ? സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം അള്ളാഹുവിൻ്റെ നല്ല അടിമകളെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്, പക്ഷേ അതിൻ്റെ ആശയം ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല അടിമകൾ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിൻ്റെ അടിമകൾ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, നാഥാ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ. ആരെ നൽകണം? മിൻ ദുർരിയാതിനാ ഖുർറത അയുൻ, കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല ഇണകളെ, നല്ല സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ നൽകണമേ. അപ്പൊ എന്ത് വേണം? ദുആ ചെയ്യണം. നല്ല കുട്ടികളെ കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരു സംശയം ആർക്കുണ്ടാകരുത്. നിരന്തരമായ ദുആ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാരെ നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് മക്കളെന്ന് പറയുന്നത്. നമ്മളതല്ല.
അമാനത്താണ് മക്കൾ. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സൂക്ഷിക്കാൻ തന്ന സാധനമാണെന്ത്? മക്കൾ. അള്ളാഹു തആല ഈ മക്കൾ ഉണ്ടാകാനുള്ള ചില സംവിധാനങ്ങൾ നമ്മെ സൃഷ്ടിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാക്കി. ചില തോന്നലുകൾ ആ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കി, അല്ലേ? ആ സംവിധാനങ്ങളുടെയും തോന്നലുകളുടെയും അടിസ്ഥാനത്തിൽ ആണും പെണ്ണും പ്രവർത്തിച്ചു, അപ്പോൾ മക്കളുണ്ടായി. നമ്മുടേതല്ലല്ലോ പണി, അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. അള്ളാഹു തആലാന്റെതാണ്, അള്ളാഹുവിന്റെ അമാനത്താണ്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ തആല സായിലുൻ കുല്ല റാഇൻ അമ്മസ്തറആ. ഓരോ ആളോടും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഓരോ സൂക്ഷിപ്പ് സ്വത്തിനെ കുറിച്ചും അള്ളാഹു ചോദിക്കും. അതിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചോ, അതല്ല പാഴാക്കി കളഞ്ഞോ? എന്നിട്ട് നബി പറഞ്ഞ വാചകം കേൾക്കണം നിങ്ങൾക്ക്. ഒരാളോട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തിൽപ്പെട്ടതാണ് എന്ത്? അൻ അഹ്ലി ബൈതിഹി, തന്റെ കുടുംബത്തെ കുറിച്ച് ചോദിക്കും, വീട്ടുകാരെ കുറിച്ച് ചോദിക്കും. എങ്ങനെയാണ് വളർത്തിയത്, എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അവിടുന്ന് തുടങ്ങണം, ദുആ ചെയ്ത് തുടങ്ങുക. കാരണം അള്ളാഹു ചോദിക്കും എന്ന വിചാരത്തോടു കൂടി ദുആ ചെയ്ത് തുടങ്ങുക. നല്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്ത് തുടങ്ങുക. അവിടുന്നാണ് തുടങ്ങേണ്ടത്. അത് ഞാൻ പറഞ്ഞു, നല്ല കുടുംബത്തെ തെരഞ്ഞെടുക്കണം. നല്ല കുടുംബത്തിന് മാത്രമേ, നല്ല ഭാര്യയ്ക്ക് മാത്രമേ നല്ല മക്കളെ പ്രസവിക്കാൻ കഴിയുള്ളൂ. നല്ല സ്ത്രീകൾക്ക് മാത്രമേ നല്ല മക്കളെ പ്രസവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ തുടങ്ങണം. 2, മൂന്നാമതായി ചിന്തിക്കണം, മക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ പോലും സൂക്ഷ്മത വേണം. അതേതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ? ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതി അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബിശ് ശൈത്താന മാ റസഖ്തനാ. ഭാര്യയെ സമീപിക്കുമ്പോൾ, ഭാര്യ, സ്ത്രീയും പുരുഷനും കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി, ലൈംഗിക ബന്ധത്തിന് വേണ്ടി തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹ്. എന്നാലോ, എന്നിട്ട് എന്താ പറയണ്ടേ? ബിസ്മില്ലാഹ് നമുക്കറിയാലോ. ഒരു വാചകം കൂടി ഉണ്ട്, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ, വജന്നിബിശ് ശൈത്താന മാ റസഖ്തനാ, ഈ ബന്ധത്തിലൂടെ ഞങ്ങൾക്ക് നീ നൽകാൻ പോകുന്ന കുട്ടിയിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു തുടങ്ങണം. അതിനും പ്രാർത്ഥന. അങ്ങനെ ചെയ്താലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ബന്ധത്തിൽ ഒരു മക്കളുണ്ടായാൽ ലം യദുർറുഹു ശൈത്താനുൻ അബദാ, ആ കുട്ടിക്ക് പിശാചിന്റെ ഉപദ്രവം ഒരിക്കലും ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി, പിശാചിന്റെ ഉപദ്രവം ഉണ്ടായാൽ നമ്മൾ പേടിക്കാണ്, ഓടുകയാണ്. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഓടാത്ത സ്ഥലമല്ല. എന്നിട്ട് ഓടി ഇപ്പൊ മനുഷ്യന്മാരെത്തിയത് എവിടെയെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരിക്കലും പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്കൊക്കെ മനുഷ്യൻ പോയി, പോട്ടെ. പക്ഷെ ചെയ്യേണ്ടത് മുസ്ലിം ആദ്യം മുതലാണ് ചെയ്താൽ തീരുമായിരുന്നു പ്രശ്നം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ലൈംഗിക ബന്ധം ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബിശ് ശൈത്താന മാ റസഖ്തനാ എന്ന് ദുആ ചെയ്താൽ, പിന്നെ ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന മക്കൾക്ക് ശൈത്താൻ ലം യദുർറുഹു ശൈത്താനുൻ അബദ. അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാ. 3, പിന്നെ അങ്ങനെ പോവുക. കുട്ടി ജനിച്ചു. അപ്പോൾ കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്, നിങ്ങൾക്കറിയുന്നതാണ്. പറഞ്ഞു പോകാൻ വേണമെങ്കിൽ കുട്ടിക്ക് നല്ല പേരിടണം, കുട്ടിയുടെ മുടി കളയണം, കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറക്കണം. ഇതൊക്കെ പറ്റുമെങ്കിൽ 7ാമത്തെ ദിവസം ചെയ്യണം. അതാണ് സുന്നത്ത്. ഹദീസിൽ വന്നതാണ്, വിശദമായി നമ്മൾ പലതവണ മനസ്സിലാക്കിയതാണ്. അങ്ങനെ മക്കളുണ്ടായി. ഇനി എന്തു ചെയ്യണം? ഇതുവരെയൊക്കെ ചിലപ്പോൾ ഭയങ്കര സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ആയിരിക്കും. കാരണം അങ്ങനെയാണ്, എല്ലാ പുതുമക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പുതിയ കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെ അല്ലേ? ഇനി അങ്ങോട്ടുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ആ കുട്ടിക്ക് സുരക്ഷിതമായ, മുസ്ലിമായ, വിശ്വാസമുള്ള, വിശ്വാസത്തിന് ശക്തിയുള്ള ഒരു കുട്ടിയായി വളരാനുള്ള സാഹചര്യം മാതാവും പിതാവും സൃഷ്ടിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. വളരെ പ്രധാനമാണ് ആ കാര്യം. നല്ല കുട്ടിയായി വളരാൻ എന്ത് വേണം? സാഹചര്യം വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. വല്ലദീന ആമനൂ, വിശ്വാസികൾ, വത്തബഅതുഹും ദുർരിയ്യതുഹും, ആ വിശ്വാസികളായ നല്ല ആളുകളെ പിൻപറ്റിയ അവരുടെ സന്താനങ്ങൾ,
അവരെ പിൻപറ്റിയ സന്താനങ്ങൾ. അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, ആ സന്താനങ്ങളെ നാം അവരിലേക്ക് ചേർക്കും. എപ്പോൾ? വത്തബഅതുഹും ദുർരിയതഹും. എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ചിന്തിച്ച എന്താ വെച്ചാൽ നമ്മളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ പള്ളിയും ഖുർആനും ഒക്കെ ഉണ്ടാവും, ക്ലാസ്സും ഒക്കെ ഉണ്ടാവും. മക്കൾക്കോ? അവർക്കൊന്നുമില്ല. അല്ലാഹു തആല എന്താ പറയണത്? വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതഹും, അവരുടെ മക്കളെ അവരുമായി തുടർത്തിയാൽ, അവരെ പിൻപറ്റുന്നവരാക്കിയാൽ, പള്ളിയിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ കൈയും പിടിച്ചു പോയാൽ, ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ കുട്ടിനും കൂടി കൂട്ടിയാൽ, അല്ലേ, അങ്ങനെ നല്ല കാര്യത്തിന് അവരെ കൂട്ടിയാൽ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, നാം അവരിലേക്ക് അവരുടെ കുട്ടികളെ ചേർത്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് കുട്ടി ഉണ്ടാവും. എപ്പോൾ? നമ്മൾ കൂട്ടിയാൽ. നമ്മൾ കൂട്ടാഞ്ഞാലോ ഉണ്ടാവില്ല. കാരണം ഇത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ കൂട്ടിയെങ്കിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിച്ചുകൊള്ളുക. ബാധ്യത പ്രസവിച്ചാൽ തീരുമെന്ന് ഉമ്മ വിചാരിക്കരുത്, ഉപ്പ വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യനോട് ഒരുങ്ങാൻ പറഞ്ഞു. ആ അന്തരീക്ഷത്തിലുള്ള കുട്ടിക്ക് മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, പുരുഷന്മാരോട് തന്നെ പറഞ്ഞത്. അല്ലയോ കുടുംബ ബാധ്യത ഏറ്റെടുത്തിട്ടുള്ള, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള കുടുംബനാഥ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. സൂറത്ത് തഹ്രീമിൽ വളരെ കൃത്യമായി പറയുന്നു, നമ്മളെ ബാധ്യതയാണ്. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് വളരാൻ പറ്റിയ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ആ സാഹചര്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ആ സാഹചര്യം എവിടുന്ന് തുടങ്ങണം? എന്തിനാണ്? ആദ്യം മുതൽ അത് തുടങ്ങണം. ആദ്യം മുതൽ ഒരു കുഞ്ഞ് പറന്നു വീഴുന്നത് തന്നെ ആ സാഹചര്യത്തിലേക്കാകണം. ഇസ്ലാമിന്റെ സാഹചര്യത്തിലേക്ക്, മുസ്ലിമായി വളരാനുള്ള ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വീട്. ഇപ്പൊ വീട് വെക്കുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കൽ എന്താ? അതിങ്ങനെ കടലിൽ നിന്ന് കാറ്റ് വരുന്ന ഏരിയയിലാണോ, അല്ലെങ്കിൽ പുഴവക്കത്താണോ, അല്ലെ വിശാലമായ സ്ഥലത്താണോ, കുന്നുംപുറത്താണോ, അങ്ങാടിയിലേക്ക് എളുപ്പമാണോ? ഒന്നുമല്ല ശ്രദ്ധിക്കേണ്ട എന്താ? ഈ വീട്ടിലുണ്ടാകാൻ പോകുന്ന എന്റെ സന്താനങ്ങൾക്ക് ഇസ്ലാമികമായി ജീവിക്കാനുള്ള സാഹചര്യം ഈ വീട്ടിലും പരിസരത്തുമുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. അതാണ് പ്രധാനം. ആ സാഹചര്യത്തിനാണ് പൈസ കൊടുക്കേണ്ടത്. മാർക്കറ്റ് വാല്യൂ ഇപ്പൊ എന്തിനാ? അങ്ങാടിന്റെ അടുത്താണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു സ്കൂളിന്റെ തൊട്ടടുത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്യാമ്പസിന് തൊട്ടടുത്താണെങ്കിൽ ഭയങ്കര വില അല്ല. ശ്രദ്ധിക്കേണ്ടത് അതാണ്. അവിടുന്ന് തുടങ്ങണം. ഒരു ഉമ്മയാണെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന അമ്മിഞ്ഞപ്പാലുണ്ടല്ലോ, അമ്മിഞ്ഞപ്പാല് കേവലം പാലല്ല, അതൊരു ഭക്ഷണമല്ല. ഞാൻ അതിന്റെ സയന്റിഫിക്കായ വശങ്ങളെ കുറിച്ചല്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ അമ്മിഞ്ഞപ്പാലിലൂടെ ഈ കുട്ടിക്ക് പ്രോട്ടീനുകളും പോഷകാഹാരങ്ങളും നൽകുന്നതിനേക്കാൾ ശക്തിയുള്ള സംസ്കാരമാണ് അമ്മിഞ്ഞപ്പാലിലൂടെ കുഞ്ഞിന് കിട്ടുന്നത്. പണ്ട് ഈ അറബികൾക്കൊരു രീതി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ, പ്രസവിച്ചിട്ട് മുല കൊടുക്കാൻ വേണ്ടി, പാല് കൊടുക്കാൻ വേണ്ടി വേറെ ആളുകളെ ഏൽപ്പിക്കുന്ന ഒരു രീതി. തെറ്റായ രീതിയൊന്നല്ല, ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുത്തത് ഹലീമ ബീവിയാണല്ലോ, ചരിത്രം നിങ്ങൾക്കറിയാലോ. പക്ഷെ പാല് കൊടുക്കാൻ വേണ്ടി അതാണ് വിഷയം. പാല് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര സൂക്ഷ്മതയോടു കൂടിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ എത്ര ആൾ വന്നിട്ടുണ്ട്, ഭയങ്കര സൂക്ഷ്മതയോടുകൂടി. എന്തൊക്കെ സൂക്ഷിക്കണോ? അവരുടെ തറവാട്, അവരുടെ പാരമ്പര്യം, സംസ്കാരം, മതം, സ്വഭാവം. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? നമ്മൾ ആരും കരുതരുത് അമ്മിഞ്ഞപ്പാലിലൂടെ കുട്ടിക്ക് കിട്ടുന്നത് കേവലം ഭക്ഷണമാണ് എന്ന്. അല്ല, സംസ്കാരമാണ്. ആ പെണ്ണിന്റെ സംസ്കാരം, ആ കൊടുക്കുന്ന പെണ്ണിന്റെ സംസ്കാരം ഈ അമ്മിഞ്ഞപ്പാലിലൂടെ കുട്ടിയിലെത്തുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇന്നിപ്പോ പാല് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ഒരു ചർച്ചയിലാണല്ലോ ആൾക്കാരുള്ളത്. ഈ ടിൻ ഫുഡ് സംസ്കാരം വന്നതുകൊണ്ട് അതിമലാണ്. എൻ്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര ക്രൂരതയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് വല്ലാതെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ശക്തിയുള്ള ഒരു വിഷയമാണ് ഇത്. കുട്ടിക്ക് കൃത്യമായി വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ,
കൃത്യമായി പാല് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പെണ്ണ് ചെയ്യേണ്ടതെന്താ? മക്കൾക്ക് യുർദിഅന ഔലാദഹുന്ന, മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കട്ടെ. ഹൗലൈനി കാമിലൈനി, 2 വർഷം, 2 വർഷം കൊടുക്കണം. ഹൗലൈനി കാമിലൈനി എന്നാ, വെറും 2 വർഷമല്ല, പരിപൂർണമായി 2 വർഷം. അതാണ് എന്ത്? പൂർണ്ണമായി പാല് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാകണം, അത് കൊടുക്കണം. അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പുരുഷന്മാർ സൃഷ്ടിച്ചു കൊടുക്കണം. മനസ്സിലായല്ലോ? അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലക്ക് ഇതൊന്നും ഒരു എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ, സ്ത്രീകൾ മുഴുവൻ ഇതിനെതിരായി തുടങ്ങി. അങ്ങനെ വേണ്ട. എന്താ അപ്പം അതിന് പലതരം പകര സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതെന്നെ കൊടുക്കണമെന്നുണ്ടോ എന്ന രൂപത്തിലാണ് പോയി നമ്മൾ പലതരം ബാങ്കുകളും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ബ്ലഡ് ബാങ്ക് കേട്ടിട്ടില്ലേ? പുതിയ മിൽക്ക് ബാങ്ക് വരുന്നുണ്ട് അത്രേ. എന്തിനാ? ഈ അമ്മിഞ്ഞപ്പാല് കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് ഫ്രീസ് ചെയ്ത് അത് ആവശ്യമുള്ളവർക്ക് പ്രത്യേകം കൊടുക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. നമ്മൾ സഹോദരന്മാരെ ശ്രദ്ധിക്കണം, ഈ ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മളോ നമ്മുടെ സഹോദരിമാരോ പോകാൻ പാടില്ല. ആ ഒരു അന്തരീക്ഷം ഉണ്ടാകണം, സൃഷ്ടിക്കണം. അതൊക്കെ പുരുഷന് അതിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത പുരുഷനുണ്ട്. ആ കാര്യം മറന്നു പോകരുത്. ശരി, ഇനി കുട്ടി വളരുകയാണ്. വളരുന്നത് ഞാൻ പറഞ്ഞു ഇസ്ലാമിക സാഹചര്യത്തിലാകണം. സ്വാഭാവികമായും ഇസ്ലാമിക സാഹചര്യത്തിൽ വളരുമ്പോൾ കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായ വിഷയം തൗഹീദായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം. അള്ളാഹിനെ കുറിച്ച് എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഒരു നാടൻ അറബി, ആ അറബിനെ നിങ്ങൾ വിളിച്ചിട്ട് ആ വീട്ടിലുള്ള, ഞാനീ പറഞ്ഞത് ഈ ആധുനിക അറബികളെ കുറിച്ചല്ല കേട്ടോ, ഒറിജിനൽ ബതുക്കളെ കുറിച്ച്. അവരെ വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടിനെ വിളിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞു തരും. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പേരുകൾ ആ കുട്ടി പറഞ്ഞു തരും. അറിയാവുന്ന പേരുകളൊക്കെ അങ്ങനെ പറഞ്ഞു തരും. കാരണം അത് പഠിപ്പിക്കണം, അങ്ങനെ തുടങ്ങണം. അള്ളാഹുവിൻ്റെ പേരുകൾ പഠിപ്പിക്കണം. അള്ളാഹു അർ റഹ്മാൻ, അർ റഹീം, മനസ്സിലായി? നമുക്ക് അറിയുന്ന കുറച്ച്. അള്ളാഹു എവിടെയാണ് പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സ്വഭാവം അതായിരുന്നു. അള്ളാഹ് എവിടെയാണെന്ന് പഠിപ്പിച്ചിരുന്നു. എൻ്റെ കുട്ടീനെ വിളിച്ച് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കുട്ടിക്ക് കഴിയണം. അള്ളാഹ് കൺഫ്യൂഷനിലാണ് കുട്ടി, എവിടെയാണ് അള്ളാഹ് പറയാൻ കഴിയണം. എന്താ? അള്ളാഹു സുബ്ഹാനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറുപടി ഉണ്ട്, അള്ളാഹു ഫിസ് സമാ, അള്ളാഹു ആകാശത്താണ്. എൻ്റെ കുട്ടിക്ക് പറയാൻ കഴിയണം. നബിനെ കുറിച്ച് പറയാൻ, ആരാണ് മോനെ നമ്മുടെ നബി? നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ജനിച്ചു? പറയാൻ കഴിയണം. നബിന്റെ ഉമ്മന്റെ പേരെന്താ, ഉപ്പന്റെ പേരെന്താ, എവിടെ വെച്ച് നബി മരിച്ചു? ചെറിയ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിക്കണം. തൗഹീദ് പഠിപ്പിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കണം, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കണം. അങ്ങനെ തുടങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ വെറുതെ ഞാൻ പറയുന്നല്ല. എത്രയാണ് ഖുർആൻ നമ്മളെ ഇത് പഠിപ്പിച്ചത്? ലുഖ്മാൻ എന്ന് പറഞ്ഞ സൂറത്തില്ലേ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ട് ആ സൂറത്ത് എല്ലാവരും പഠിക്കണം. ആ സൂറത്തിൽ എങ്ങനെയാണ് എന്ത് പഠിപ്പിച്ചു തുടങ്ങണമെന്നാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഒന്നാമത്തെ ഉപദേശം ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഉപദേശം എന്താ? ലാ തുശ്രിക് ബില്ലാഹ്. മോനെ, പുറത്തൊക്കെ ഇങ്ങനെ നീ നടക്കുമ്പോൾ പലതും കാണും, പക്ഷെ അതിലൊന്നും പെട്ടുപോകരുത്, ഷിർക്ക് ചെയ്യരുത്. ലാ തുശ്രിക് ബില്ലാഹ്. എന്നിട്ട് പഠിപ്പിക്കുക, ഇന്ന ശിർക ലളുൽമുൻ അളീം. അത് ഭയങ്കര കടുപ്പമുള്ള സാധനാട്ടോ, ചെയ്തു പോകരുത്, അടുത്ത് പോകരുത്. ഷിർക്കാണെന്ന് തോന്നുന്നതിന്റെ അടുത്ത് കൂടി പോകരുത്. അങ്ങനല്ലേ? തോന്നുന്നതിന്റെ അടുത്ത് കൂടി പോകരുത് എന്നല്ലേ നമ്മൾ പറയാ, അല്ലേ? ആസിഡ് ആണല്ലേ? ആസിഡ്, അതിൽ ആസിഡ് നിറച്ചു വെച്ചിട്ടുണ്ടോ സംശയമുണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോണ്ടാന്നാ. എന്നാൽ സഹോദര, ഈ ആസിഡിനേക്കാൾ കടുപ്പമുള്ള, പൊട്ടിത്തെറിച്ചാൽ മുഴുവൻ വികൃതമാകുന്ന, പരലോകമടക്കം ജീവിതം വികൃതമാകുന്ന ഷിർക്ക് എന്ന മാരകമായ വിപത്തിൽ നിന്ന് എന്റെ മക്കള് സുരക്ഷിതരാകണം. അതിനാദ്യം മുതൽ പറഞ്ഞു കൊടുക്കണം. അതൊന്നും ഇപ്പൊ പറയണ്ട. ആര് പറഞ്ഞു പറയണ്ട? അതിപ്പോ തന്നെ പറയണം. അതിപ്പോ തന്നെ പറയാനാണ് ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന ഉപ്പയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഞ്ചു കുഞ്ഞിനെ വിളിച്ച് യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുദീർഘമായ ഒരു ഹദീസ് എല്ലാവർക്കും അറിയാലോ. ഉപ്പയും ഉമ്മയുമാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ വിശ്വാസം വളർത്തുന്നതിൽ വലിയ പങ്കുള്ളത്. മാ മിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര.
എല്ലാ മക്കളും സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ആരാണ് അവരെ മാറ്റുന്നത്? ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. വാപ്പയും ഉമ്മയുമാണ്, മാതാപിതാക്കളാണ് ഈ കുട്ടിയുടെ വിശ്വാസം തകരാറിലാക്കുന്നത്. അവനെ ജൂതനാക്കും, ചിലപ്പോൾ ക്രിസ്ത്യാനിയാക്കും, അല്ലെങ്കിൽ അഗ്നി ആരാധന ആക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കും. അപ്പൊ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ അതിൽ പങ്കുണ്ട്. ഉമ്മമാരെ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്നതിലൊക്കെ അത് മനസ്സിലാക്കണം. ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അതനുസരിച്ചുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസം. ചെറിയ 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 കാര്യം നമുക്ക് തോന്നും, പക്ഷേ അത് വലുതാ. എന്താ അറിയോ? മൻ ശബ്ബ അലാ ഷൈഇൻ ശബ അലൈഹി. ഏതൊരു കാര്യത്തിലാണോ കുട്ടി വളരുന്നത് അതനുസരിച്ചാണ് കുട്ടി വലുതാവുക, യുവാവാകുക. അതനുസരിച്ചാ. ചെറിയ സമയത്ത് ഒരു ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ്. ഈ ചെറുപ്പത്തിൽ നിങ്ങൾ എന്തെന്ന് പറഞ്ഞു കൊടുത്താൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ആയിരിക്കും. അതിങ്ങനെ നല്ല ശക്തിയുള്ളതായി നിൽക്കും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇന്ന് ആലോചിക്കും, വലിയ സങ്കടമാണ്, പക്ഷെ പറയാതിരിക്കുന്നത് വലിയ മോശമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെയൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികൾ, ഒരു KG പ്രായത്തിലുള്ള കുട്ടികൾ എന്തൊക്കെ പാട്ടാ പാടുക അല്ലേ? റൈംസ് എന്ന് പറഞ്ഞാണ്ട് പഠിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. അതിൻ്റെ പുറമെ റൈംസ് പഠിപ്പിക്കാൻ വേണ്ടി CD-കളും കാർട്ടൂണുകളും, എന്നിട്ട് ഏതൊക്കെ തരം പാട്ട് പാടും. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ. ഞാൻ അതൊന്നും പഠിപ്പിക്കേണ്ടെന്നല്ല, അതൊക്കെ ഒരാവശ്യത്തിന് പഠിപ്പിക്കുകയും ഇതൊക്കെ സൈഡാക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇത് നമുക്ക് ഗൗരവമുള്ള ഒരു വിഷയമായി തോന്നണം. ശരി, അടുത്തത് ഇബാദത്തിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇബാദത്തിന് വേണ്ടി കുട്ടികളെ ശീലിപ്പിക്കണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, ഇതൊക്കെ ശീലിപ്പിക്കണം. ഒക്കെക്കും അതിൻ്റെതായ രീതി ഉണ്ടല്ലോ. ഞാനത് നിങ്ങളോട് വിശദീകരിക്കണ്ടല്ലോ. നിസ്കാരമൊക്കെ പഠിപ്പിക്കേണ്ട രീതി എങ്ങനെയെന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നല്ലോ അല്ലേ? അതൊക്കെ ഒരു ശക്തിയോടുകൂടിയല്ല, ഏതെങ്കിലും രൂപത്തിൽ ഒരു ശക്തി പ്രയോഗിച്ചുകൊണ്ടല്ല, സ്നേഹത്തോടെ, വൃത്തിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ 7 വയസ്സാവുമ്പോൾ ഇങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുത്തിട്ട്, എന്നിട്ട് ആ ഒരു 10 വയസ്സാണതിൻ്റെ ഇടക്ക് അതിശക്തമായ രൂപത്തിൽ കുട്ടി അത് ശീലിക്കുന്ന രൂപത്തിലേക്ക്, ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരണം. അത് നിസ്കാരമായാലും നോമ്പായാലും കണ്ടില്ല, സഹാബികൾ നോമ്പ് നോൽപ്പിച്ച് കുട്ടികളെ, എന്നിട്ടൊരു ടോയ് ആയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടികൾ പള്ളിയിൽ ഇങ്ങനെ ടോയ് ആയിട്ട് കളിക്കുക, നോമ്പ് വെച്ചിട്ടേ. എന്തിനാ? അത് ശീലിക്കാൻ. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ അയക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കും അല്ലേ? എന്തൊക്കെ പരിശീലിപ്പിച്ച് കുട്ടികളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഇപ്പോൾ ഒരു സമയമില്ല, അതിനേ നേരമുള്ളൂ അല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചെല്ലാൻ കൂടി ആർക്കും നേരമില്ല. വീട്ടിലെ ഉമ്മാക്ക് തീരെ സമയമല്ല. എന്തേ? ഒന്നുമില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല മോൻ്റെ, ഈ സെക്കൻഡ് ടേമിൻ്റെ എക്സാമാ, അതുകൊണ്ട് കുട്ടിനെ പഠിപ്പിക്കണം. വല്ലാത്ത സങ്കടമാണ്. നിസ്കരിക്കാൻ ഒഴിവില്ല വീട്ടിലെ ഉമ്മക്ക്, നിസ്കരിക്കാൻ ഒഴിവില്ല ഈ കുട്ടിൻ്റെ ഉമ്മക്ക്. ഒരു ദിക്ർ ചൊല്ലി പൂർത്തിയാക്കാൻ ഒഴിവില്ല. എന്തേ? തിരക്കാണ്. എന്തിനാ? കുട്ടിനെ പഠിപ്പിക്കാൻ. എന്താ പഠിപ്പിക്കണത്? പഠിപ്പിക്കണ്ടെന്നല്ല, എന്താ പഠിപ്പിക്കണത്? ആലോചിച്ച് നോക്കി. ഏതുവരെ ഉപകാരപ്പെടുന്ന ഇൽമാ പഠിപ്പിക്കണേ? പഠിപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനൊന്നും സമയമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് വിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ നമ്മൾ പോകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്കൂളിന്റെ കഥ ആരോടുള്ള വെറുപ്പുണ്ടോ? ഏതെങ്കിലും സ്കൂളിനോടുള്ള വെറുപ്പുണ്ടോ? അല്ല പറയണത്. എന്തൊരു സങ്കടമാണ് അല്ലേ? നമസ്കരിക്കാൻ സൗകര്യമില്ല എന്ന് ഉറപ്പുള്ള സ്കൂളിലാണ് കുട്ടിനെ ചേർത്തിയേ. സ്കൂളിന്റെ സമയോ അത് രാവിലെ 10 മണി തുടങ്ങിയിട്ട് 4 മണിക്ക് അവസാനിക്കും. അതിൻ്റെ ഇടയ്ക്ക് 2 നിസ്കാരമുണ്ട്. ഇത് രണ്ടും എൻ്റെ കുട്ടിക്ക് വേണ്ടാന്ന് ആര് തീരുമാനിച്ചു? ഈ സ്കൂളിൽ കുട്ടിയെ ചേർത്ത രക്ഷിതാവ് തീരുമാനിച്ചു. എത്രയോ സ്കൂളിൽ നിസ്കരിക്കാൻ സ്ഥലമല്ല, എന്നാലോ അവിടെ സ്റ്റാൻഡേർഡ് ഇല്ല എന്നാ. ആരാ ഈ സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച്? എടോ, നമസ്കാരത്തെക്കാൾ വലിയ സ്റ്റാൻഡേർഡ് ഏതാ? അള്ളാഹു പഠിപ്പിക്കുന്നു, അടുത്ത വാചകം കേട്ട് എന്തിനു പറഞ്ഞതാന്ന് ഞാൻ കുറെ കാലമായി ആലോചിച്ച്, ഇപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ബാക്കിയുള്ളത്. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചോ. വസ്തബിർ അലൈഹാ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, കൽപ്പിക്കുന്ന വിഷയത്തിലും നമസ്കാരത്തിന്റെ വിഷയത്തിലും നീ ശക്തിയായ ക്ഷമാവലംബിക്കേണ്ടി വരും. ഇതൊക്കെ പെട്ടതാ. നമ്മളെ മുമ്പിൽ ഇങ്ങനെ വരിക കുറെ സ്കൂളിന്റെ ലിസ്റ്റ്.
സെൻ ഞാൻ സ്കൂളിൻ്റെ ലിസ്റ്റ് പറഞ്ഞ പേര് പറയണ്ടല്ലോ, കുറേ സെൻറ്റുകൾ എഴുതിയ കുറേ സ്കൂളുണ്ടാവും, വേറെ കുറച്ച് സ്കൂളുണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കും ഏതാ നല്ലത്, അവൻ്റെ കുട്ടി ഇന്ന സ്കൂൾ, അവൻ്റെ കുട്ടി ഇന്ന സ്കൂൾ. അപ്പം നല്ല സ്കൂൾ നമ്മൾ തീരുമാനിച്ചേതാ അതന്നെ. ഏത് മുസ്ലിമായ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഔറത്തിന് ഒരു തരത്തിലുള്ള ഔന്നിത്യവും കൽപ്പിക്കാത്ത മാനേജ്മെന്റിൽ നടത്തുന്ന സ്കൂൾ അല്ലേ? സകല കന്യാസ്ത്രീകൾക്കും നമ്മുടെ കുട്ടികളുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കല്ലേ? ഒരു മടിയില്ലല്ലോ. അയ്യേ, എന്നിട്ട് അതാ വലിപ്പത്തരം, നാണക്കേട്. നിസ്കരിക്കാനും നേരല്ല. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഔറത്തും ഒരു മുസ്ലിം കുട്ടിയുടെ സകല ഔറത്തും ഇവരുടെ മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രവും രീതിയും സംസ്കാരവുമായി പോകുന്ന സ്കൂളുകൾ. എന്നിട്ട് അവിടെ ചേർത്തിട്ട് ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കുക മൂപ്പര്. എൻ്റെ മുന്ന സ്കൂളിലാണ്. എന്താ സ്കൂളിന്റെ വലിപ്പം എന്നറിയില്ലേ? അള്ളാഹുവിന്റെ അടുത്ത വാചകം കേട്ടോ നിങ്ങൾ, വസ്തബിർ അലൈഹ എന്ന് കഴിഞ്ഞിട്ട് കേട്ടോ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. എന്താ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് നമ്മൾ റിസ്ക് ചോദിക്കണില്ല, പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ള പറയാം. എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടൂലേ? അപ്പുറത്ത് ചേർത്തിയാ, നിസ്കാരമുള്ള സ്കൂളിൽ ചേർത്തിയാ ബുദ്ധിമുട്ടാകോ? അല്ലാഹ് പറയാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ തിന്നണ ഭക്ഷണമല്ല, എല്ലാം പെടും. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയാണോ? നിങ്ങള് ദീനില്ലാത്ത, സംസ്കാരമില്ലാത്ത, നമസ്കരിക്കാൻ പോലും സമയമില്ലാത്ത, സ്ഥലമില്ലാത്ത, സാഹചര്യമില്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങളുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും എതിരായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതിന്റെ കാര്യമെന്താ? എന്റെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, എന്റെ കുട്ടി ഡോക്ടറാവില്ലേ എഞ്ചിനീയർ ആവില്ലേ എന്ന് പേടിയാ. എന്താ? ബേസിക് തന്നെ ശരിയായിട്ടില്ലെങ്കിൽ, എന്നിട്ട് ബേസിക് ശരിയാക്കാനാണ് എന്ത്? അല്ലാഹ് പറയാ ലാ നസ്അലുക റിസ്ഖാ. നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളാണ് കുട്ടിയുടെ സാമർഥ്യം നിശ്ചയിക്കുന്നത്, അല്ല. നഹ്നു നർസുഖുക. ഇത് പറയാൻ ആർക്കാ അധികാരം? അല്ലാഹ്ക്കല്ലാതെ ആർക്കാ അധികാരം? ആലോചിച്ച് നോക്കൂ. ഈ കുഞ്ഞിനെ വെറും ബീജവും മണ്ഡവുമായി നിങ്ങളുടെയൊക്കെ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളുടെ ശരീരത്തിലൊക്കെ ഒളിപ്പിച്ചു വെച്ച പടച്ചതമ്പുരാൻ പറയുന്നു നഹ്നു നർസുഖുക. നമ്മളാ, നിങ്ങളല്ല. എന്നിട്ട് അവസാനത്തെ വാചകം കേട്ടോ നിങ്ങൾ, കരുതിക്കോ, ഗൗരവ. വൽ ആഖിബതു ലിത്തഖ്വാ, വൽ ആഖിബതു ലിത്തഖ്വാ. തഖ്വക്ക് തന്നെയാണ് ആഖിബത്ത്, നല്ല പരിണിതി, നല്ല അവസാനം തഖ്വമലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കരുതിക്കോ. വളരെ ഗൗരവമുള്ള വിഷയം. നിങ്ങൾ കരുതേണ്ട നിസ്സാരാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വായിച്ചു നോക്കി. എനിക്ക് സമയമല്ല എല്ലാം കൂടി പറയാൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. എൻ്റെ മനസ്സിൽ ഒരുപാട് സംഭവമുണ്ട്. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ അറിയപ്പെടുന്ന ഇതുപോലെയുള്ള സ്കൂളുകളിൽ പഠിച്ച ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ, സ്നേഹിതന്മാരുടെ മക്കളുടെ അതിശക്തമായ അവരുടെ അവസാനത്തെ അവസ്ഥ. രക്ഷിതാക്കൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ എന്തൊരു പ്രയാസത്തിലറിയോ? അതിൻ്റെ അവസാനം ഭയങ്കരമാണ്. എവിടെ എത്തിയെന്നറിയാം, എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. എത്ര സംഭവങ്ങളാ. നിങ്ങളുടെ അറേഞ്ച് ചെയ്ത മാരേജ് എനിക്ക് വേണ്ടതാ, ഞാൻ തെരഞ്ഞെടുത്തോളാം. ആരാ പറയണത്? +2 കഴിഞ്ഞ് ഇറങ്ങാൻ പോണ കുട്ടി. പഠിപ്പിച്ച സ്കൂളിന്റെ വൃത്തി തന്നെ. ഈ കുട്ടിൻ്റെ അടുത്ത് കൂടെ ഞാൻ ചെന്നു, ഉള്ളിലൂടെ ചെന്നു. ഞാൻ ആ സ്കൂളിലും പോയി. അപ്പൊ മനസ്സിലായി അതിന് പറ്റിയ സ്കൂളാ. അതെ, മലബാറിലെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ദുബായിലൊക്കെ ഉള്ള ആ ഭാഗത്തുള്ള എല്ലാവരുടെയും മക്കൾ പഠിക്കണത്. ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ഗൗരവം. ഇത് 1-2 സംഭവമല്ല, അതിനുള്ള എല്ലാ സൗകര്യവും അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ ശ്രദ്ധിക്കണം, ഇത് ഗൗരവമുള്ള വിഷയമാണ്. കുട്ടികൾക്ക് നമ്മൾ ഇബാദത്തുകളിലൂടെ കുട്ടികളെ വളർത്തണം. ആ ഇബാദത്തുകളില്ലാതെ കുട്ടികൾ വളർന്നാൽ അബദ്ധമാകും. മനസ്സിലായില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. കാന ഇദസ്തൈഖല മിനൽ ലൈലി ഐഖലഹ ലഹു. രാത്രി അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ കുടുംബത്തെ വിളിച്ചുണർത്തും. എന്നിട്ട് അദ്ദേഹം വിളിച്ചുണർത്തിയിട്ട് ഭാര്യൻ്റെ അടുത്ത് വെച്ച് ഒരായത്ത് ഓതും. ഏതായത്ത്? ഇപ്പൊ നമ്മൾ ഓതിയ ആയത്ത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹ്, ആലോചിച്ച് നോക്ക് അതിന്റെ രസം. ഭാര്യനെ വിളിച്ചോണ്ടാ,
നിസ്കരിക്കാൻ സമയം, നിസ്കരിക്കണം, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ നഹ്നു ആയത്ത് പൂർത്തിയായിട്ട് ഓതുകയാണ്. ആലോചിച്ചു കഴിഞ്ഞ അവസ്ഥ. നമ്മളോ? നമുക്കങ്ങനെ ഒരു ചിന്തനല്ല. ബാക്കിയുള്ളതിനൊക്കെ കുട്ടീനെ വിളിച്ചോണത്തും, ഭാര്യനെ വിളിച്ചോണത്തും. നിസ്കരിക്കാനോ അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യത്തിനോ എന്തില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സ് ഈ സുഖത്തിലേക്കും ആഡംബരത്തിലേക്കും ഒക്കെ ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും. അത് മനസ്സിൻ്റെ പ്രത്യേക, അത് എല്ലാവരും മനസ്സും അങ്ങനെ, എല്ലാവരും മനസ്സും അങ്ങനെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം. അതാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മനസ്സ് എന്ന് പറഞ്ഞ സ്വഭാവം അങ്ങനെ ഇരിക്കും. അങ്ങനെ സൂയിലേക്ക്, തെറ്റിലേക്ക് ഇങ്ങനെ ചായാനുള്ള ടെൻഡൻസിയാണ് അതിന് കൂടുതലുണ്ടാകുക. അതുകൊണ്ടാണ് വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞത്. ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ക്ഷമ വേണ്ടി വരും. ആ ഒരു ക്ഷമയിൽ പിടിച്ചു നിർത്താൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ആലോചിച്ച് നോക്കൂ, ഈ ഒരവസ്ഥയിലേക്ക് സഹോദരന്മാരെ നമുക്കെത്തണം. നമ്മൾ വിചാരിച്ച എന്താ അറിയോ, നമ്മളെ കുട്ടികൾ ആ രൂപത്തിൽ വളർന്നിട്ടില്ലെങ്കിൽ എന്തോ ആയിപ്പോകുന്നതാണ്, ഈ ലോകത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റാത്തതായിത്തീരും എന്നൊക്കെ എന്തൊക്കെയോ കണക്ക് കൂട്ടലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിൻ്റെ ദീന് വിട്ട് കളിച്ചാൽ, അടിസ്ഥാനപരമായ കാര്യമാണ് ഈ പറയുന്നത്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിട്ട് കളിച്ചാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ തീർച്ചയായും ഖേദിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് മാതൃകകളാകണം, മാതൃക ആകണം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മദ്രസയ്ക്കൊക്കെ കുട്ടികളെ വിടും, അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ വിടും, പക്ഷേ വീട്ടിലെന്തല്ല അതൊന്നുമില്ല, അത് പറ്റൂല. അവിടെയാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുക. മാതാപിതാക്കൾക്ക് മാതൃകകളാകാൻ സാധിക്കണം. ആരാണ് സാമ്പിൾ? എൻ്റെ മോനെ ഞാൻ ചെയ്യണത് നീ കണ്ടില്ലേ, ആ പോലെ ചെയ്താൽ പോരെ എന്ന് മോനോട് ചോദിക്കാൻ ഉപ്പക്കും ഉമ്മക്കും സാധിക്കുന്ന രൂപത്തിൽ ഉപ്പമാരും ഉമ്മമാരും വളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലിഅൻ യുഅദ്ദിബ അർറജുലു വലദഹു ഖൈറും മിൻ അൻ യതസദ്ദഖ ബിസാ. ഒരു സായ കൊണ്ട് സദഖ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ഒരു മാതാവിനും പിതാവിനും അവരുടെ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കലാണെന്ന്. അദബ് പഠിപ്പിക്കണം. കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരം എന്തായിരിക്കണം അത് പഠിപ്പിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താ? മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. മാ നഹല വാലിദുൻ വലദാ. ഒരു പിതാവിനും ഒരു പുത്രന് കൊടുക്കാനുള്ള സമ്മാനം ഇല്ല തന്നെ. അഫ്ളല മിൻ അദബിൻ ഹസനിൻ. നല്ല അദബ് പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ സമ്മാനമല്ല. നല്ല സംസ്കാരം, നല്ല അദബ്. കണ്ടില്ലേ, മാനേഴ്സ് പഠിപ്പിക്കും നമ്മൾ, അല്ലേ? ഈ മാനേഴ്സ് എന്താ? അങ്ങനെ നാട്ടിലെ ആൾക്കാർ അത് വരാം, കുറച്ചുകൂടി നമ്മൾ ഉയരണം. നമ്മളെ കുട്ടി ഒരാളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം, മനസ്സിലായില്ലേ? ഒന്ന് പുഞ്ചിരിക്കണം. കുട്ടീനെ പഠിപ്പിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കാൻ പഠിപ്പിക്കണം. സലാം പറഞ്ഞാൽ എൻ്റെ മോൻ എന്താക്കണം? വഅലൈക്കുമുസ്സലാം എന്ന് പറയണം. എന്നിട്ട് എന്തൊക്കെ സുഖം തന്നെയല്ലേ എന്നൊന്ന് ചിരിച്ച് ചോദിക്കണം, ഒരു പുഞ്ചിരിയോട് കൂടി ചോദിക്കണം. മുസ്ലിം അങ്ങനെ തുടങ്ങണം. അതാണ് മുസ്ലിം. ഓരോന്നും കണ്ടില്ലേ, നമ്മൾ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ ഇക്റാം ചെയ്യണം. കാരണം എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. അതിഥിയെ ബഹുമാനിക്കണം. അള്ളാഹുവിനെ എന്താണ് വിശ്വസിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഇരിക്കി, സുഖം തന്നെയല്ല, എന്താ ഉപ്പ അവിടെ അല്ല, പുറത്തു പോയതാണ്, എന്തെങ്കിലും ആ ഒരു രൂപത്തിലുള്ള ഒരു അദബ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ആ അദബില്ലാത്ത അവസ്ഥ സഹോദരന്മാരെ ഗൗരവമാണ്. ഇപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ മാനേഴ്സൊക്കെ കുട്ടികൾ പഠിക്കണത് വേറൊരു സ്ഥലത്തു നിന്നാണ്, വേറെ കുറേ കഥകളിൽ നിന്ന്, കാർട്ടൂണുകളിൽ നിന്ന്. അതുകൊണ്ട് ആ ഒരു മൂപ്പർക്ക് ഒഴിവില്ല. വീട്ടിലേക്ക് ഇങ്ങനെ ഒരു അതിഥി വന്നാൽ പോലും മൂപ്പരുടെ ആ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഗെയിമിൻ്റെ മുമ്പിലാണ്. കുട്ടികൾക്കൊന്നും എന്തില്ല, ഒഴിവില്ല. അങ്ങനെയാണ് പഠിപ്പിച്ചവും രക്ഷിതാവും. അവരവിടെ അതൊന്നും പറ്റൂല. മുസ്ലിമായ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഉപ്പയും ഉമ്മയും അവരുടെ സംസ്കാരങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെയൊക്കെ വാപ്പന്മാർ നമ്മളെ പഠിപ്പിച്ച കുറേ രീതിയില്ലേ, കുറേ രീതികൾ, നമ്മുടെ ആചാരങ്ങൾ. ഇന്ത്യ ആചാരങ്ങൾ എവിടെ പോയി? നല്ല നല്ല സംഗതികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ ഉപ്പയും ഉമ്മയും ഒക്കെ? അത് നമ്മൾ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് സദഖന്റെയും സക്കാത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കളെ കൈകൊണ്ട് കൊടുക്കട്ടെ നമ്മൾ കൊടുക്കാനുള്ളത്. എന്താ? അവരുടെ മനസ്സിൽ ആ ഒരു ഇഷ്ടം, സ്നേഹം, അതിനോടുള്ള ഒരു ആഗ്രഹം, അതൊക്കെ വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വിദ്യാഭ്യാസം നൽകണം.
പ്രത്യേകിച്ച് ആ കുട്ടിയുടെ അഭൗതിക ജീവിതത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം കൂടുതൽ നൽകണം. ഇസ്ലാമിക ശരീഅത്തിലെ സിവിൽ നിയമത്തിൽ വളരെ കൃത്യമായി എഴുതപ്പെട്ട ഒന്നാണ് ഹിഫ്ളുൽ അഖ്ൽ എന്ന് പറഞ്ഞ്. ബുദ്ധിയെ സംരക്ഷിക്കാൻ പിതാവിനും മാതാവിനും എന്തുണ്ട്? ബാധ്യത ഉണ്ട് എന്നാണ്. ഒരു കുട്ടിയെ ഒരു മൈനറായ ഒരു കുട്ടിയെ ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്ത് പിടിച്ചു എന്ന് വെക്കുക. എന്നാൽ ശിക്ഷിക്കേണ്ടത് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ആ കുട്ടിനെ അല്ല എന്നാ. ആരെ? കുട്ടിൻ്റെ മാതാവിനെയും പിതാവിനെയാണ്. എന്താ കാരണം? അതാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത് ഒരു മാതാവിനും പിതാവിനും പ്രസവിച്ചു കഴിഞ്ഞു, ബാധ്യത തീർന്നു, സ്കൂളിൽ അയച്ചു അല്ല. മറിച്ച് ആ കുട്ടിയെ പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുട്ടിയെ മര്യാദ പഠിപ്പിച്ച് സംസ്കാരം പഠിപ്പിച്ച് ആ രൂപത്തിലുള്ള ഒരു നല്ല കുട്ടിയാക്കി മാറ്റേണ്ട ബാധ്യത ആർക്കുണ്ട്? ഹിഫ്ളുൽ അഖ്ൽ എന്നാണ് ഇസ്ലാമിക ശരീഅത്തിൽ സിവിൽ നിയമത്തിൽ അതിന് പറയുന്നത്. ബുദ്ധിയെ പാകപ്പെടുത്താനും സംരക്ഷിക്കുവാനും ആർക്ക് ബാധ്യതയുണ്ട്? രക്ഷിതാവിന് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞാണ് ഖുർആൻ തുടങ്ങിയത്. വായിക്കണം, പഠിക്കണം ഒക്കെ വേണം. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. റസൂലുള്ളാഹി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിനെ തേടുക, വിജ്ഞാനം അഭ്യസിക്കുക എന്നത് എല്ലാ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാകുന്നു. അപ്പോൾ പഠിപ്പിക്കണം. വിദ്യാഭ്യാസത്തിന് പറഞ്ഞേക്കാതിരുന്നാൽ പല പ്രസ്ഥാനങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം പല പ്രസ്ഥാനങ്ങളും അങ്ങനെ വിദ്യയൊന്നും അഭ്യസിപ്പിക്കും, സ്കൂളിലൊന്നും അങ്ങനെ പറഞ്ഞേക്കേണ്ടതില്ല. അല്ലല്ല, സ്കൂളിലൊക്കെ പറഞ്ഞേക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ത്വലബുൽ ഇൽം, ഇൽമിനെ പഠിപ്പിക്കണം. വിജ്ഞാനം, ഏത് തരത്തിലുള്ള വിജ്ഞാനം, ആ സമൂഹത്തിന് ആവശ്യമായ എല്ലാത്തരം വിജ്ഞാനങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ചെറുപ്പത്തിൽ മുതലേ. വിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനമായത് ഏതാ? ഖുർആനാണ്. ഖുർആനാണ് ഏറ്റവും പ്രധാനം. ഖുർആൻ അത് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പുതുമയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഈ ഓത്തുപള്ളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ. ഓത്തുപള്ളി കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളൊക്കെ. എന്താ ഓത്തുപള്ളി എന്ന് പറഞ്ഞാൽ? ഓത്തുപള്ളിയിലാണ് ആദ്യം ചേർക്കുക. എവിടെ ചേർക്കണതിന് മുമ്പ്? സ്കൂളിൽ ചേർക്കണതിന് മുമ്പ് ഓത്തുപള്ളിയിലാണ്. എന്താ ഓത്തുപള്ളിയിൽ? ഓത്തുപള്ളി പോയി മല്ലാക്കാൻ്റെ അടുത്ത് ഒരു സ്ലേറ്റും പെൻസിലും ഒക്കെ പോയി ഇരുന്നിട്ട് ഓതി പഠിക്കുകയാണ്. ഖുർആൻ ഓതി പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ നരച്ച മനുഷ്യന്മാരൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഒരിക്കൽ ഖുർആൻ എടുത്താൽ അത് വായിക്കാനും ഓതാനും ഒക്കെ തിരിയും, മനസ്സിലാവും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഞങ്ങൾക്കറിയില്ല. അറബിയോ മലയാളമോ അറിയില്ല, ഒന്നും അറിയില്ല. അറബി മലയാളം ഒന്നും അറിയില്ല. ആ ഒരു ഭയങ്കര ഉഷാറാണെന്നാ. അറബി മലയാളമൊക്കെ അറിയാത്തത് ഒരു സംസ്കാരമാണ്. നല്ല ഉഷാറായിട്ടുണ്ട് സഹോദരന്മാരെ. പോരാ, നമ്മളെ കുട്ടികളെ നമ്മൾ വളരെ ചെറുപ്പത്തിലേ ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കണം. കുട്ടി ഖുർആനിലൂടെ വളരണം. ചെറിയ ചെറിയ സൂറത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരണം കുട്ടികളെ. എന്നിട്ട് ഖുർആൻ്റെ ആൾക്കാരാകണം. നിങ്ങൾ കണ്ടില്ലേ ചെറിയ ചെറിയ കുട്ടികൾ, ഖുർആൻ പഠിച്ച കുട്ടികളുടെ മത്സരം കണ്ടില്ലേ നിങ്ങൾ? ദുബായിൽ ഈ റമദാനിൽ മുഴുവൻ എന്തായിരുന്നു? ആഘോഷമായിരുന്നു. എന്തിൻ്റെ ആഘോഷം? ഖുർആൻ പഠിച്ച കുട്ടികളുടെ ആഘോഷം. വല്ലാത്ത സംഭവമാണ് ഖുർആൻ. പക്ഷെ നമുക്കതങ്ങോട്ട് മനസ്സിലായിട്ട് വരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുദ്ധി വികസിക്കാൻ വേണ്ടി ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതിയ തരം കോഴ്സ്. കുട്ടികളെ അയക്കണ ആൾക്കാർക്കൊക്കെ അറിയാലോ, മനസ്സിലായില്ലേ? പേര് ഞാൻ പറയണ്ടല്ലോ, ഒരു പരസ്യവും വിചാരിച്ച് ഞാൻ എൻ്റെ പേര് പറയണില്ല. ഭയങ്കര ഫീസാ. ആ കോഴ്സിൻ്റെ കാർഡൊക്കെ കണ്ടാൽ അറിയാം. ഏതെങ്കിലും വീട്ടിൽ ആ കോഴ്സിന് പോണ കുട്ടീൻ്റെ കാർഡ് നിങ്ങൾ എടുത്ത് നോക്കിയേ, മാസത്തിൽ ഭയങ്കര ഫീസാ. എന്തിനറിയോ? ബുദ്ധി വർദ്ധിക്കാനത്ര. എന്താ പഠിപ്പിക്കണത്? ഈ സാധനം ആര് കൊണ്ടുവന്നതാ? ആർക്കും അറിയില്ല. ആരാ കൊണ്ടുവന്നത്? ആർക്കും അറിയില്ല. ആരോ ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ് അതിങ്ങനെ. ആ കോഴ്സ് പഠിച്ചാൽ ഇങ്ങനെ ഈ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്ന, മനസ്സിലായില്ലേ? ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ തപ്പി വളരെ പെട്ടെന്ന് എന്താക്കും, അത്ര ശക്തിയുള്ള ബുദ്ധി ഉണ്ടാകും. നിങ്ങൾ കേൾക്കണോ കൂട്ടരെ? ഇത് എവിടുന്ന് വന്നതാണ്? എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉപയോഗിച്ചൊഴിവാക്കിയ ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കണ ഈ സാധനം. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ബുദ്ധി വികസിക്കാൻ എവിടെ നിൽക്കണമെന്നറിയോ? ഖുർആനുമല. ഒരു വമ്പിച്ച വിപ്ലവം വരാൻ പോകുക. ഒരു 2 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു അത്ഭുതം കാണാൻ കഴിയും. എന്താ അറിയോ അത്ഭുതം? ഖുർആൻ, നിങ്ങൾ ചിലപ്പോൾ ഈ വർഷത്തെ ഖുർആൻ മത്സരത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ വന്ന കുട്ടികൾ ഭയങ്കര ശക്തിയുള്ള കുട്ടികളാണ്.
സഹോദരന്മാരെ, നമ്മൾ മാറണം. ഞാനൊരു ഭൗതികമായ കാര്യം മാത്രം പറയല്ല, ഈ ഭൗതികം പറഞ്ഞാലാണല്ലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ടാ. പിന്നെ പാശ്ചാത്യരെ പറഞ്ഞാൽ അതിലേറെ ഇഷ്ടമാണ്. എന്നാൽ നോക്കിക്കോ, 2 വർഷം കൊണ്ട് അത്ഭുതം കാണും, ഭയങ്കര അത്ഭുതം സംഭവിക്കും. അവരൊക്കെ ഖുർആൻ മല, അവരുടെ മക്കൾ മുഴുവൻ ഖുർആൻ മല. ഖുർആൻ പഠിക്കണില്ല, നിങ്ങൾ എത്ര ജുസായി നിങ്ങളെ കുട്ടി എന്നാ ചോദിക്കണം പരിചയപ്പെട്ടാൽ. അല്ല, അവനങ്ങനെ നമ്മളിങ്ങനെ കിടന്ന് ഉരുളും. എന്താ നമുക്ക് തന്നെ അറിയില്ല എന്ത് ജുസ്, നമുക്കറിയില്ല. ജുസുവോ? അല്ല, ഓനിങ്ങനെ മദ്രസിലൊക്കെ പോണ്ട്. പോരാ മക്കളെ, മാറണം. എൻ്റെ കുട്ടി 5 or 6 വയസ്സായ ഒരു കുട്ടിക്ക് അത്ര അറിയും എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം. നോക്കി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ കുറിച്ച് പറഞ്ഞ, ഖുർആന്റെ മാസമാണല്ലോ, ഖുർആനെ കുറിച്ച് സുദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ കേട്ടോ. വഇന്നൽ ഖുർആന യഅതി സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റഹു കർറജുലി ഷാഹിബ്. ഖബർ പിളർന്ന് മനുഷ്യൻ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്, പുനരുജ്ജീവിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു വിവർണനായ മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ ഖബറിൽ നിന്ന് വരുന്ന നമ്മളെ കണ്ടുമുട്ടുന്നു. ആരാന്നറിയോ? ആരാ? ഫയഖൂലു ലഹു, ഈ ആള് ഖബറിൽ നിന്ന് വരുമ്പോ നമ്മൾ മുമ്പിൽ കണ്ടു വരിക. എന്നിട്ട് ചോദിക്കും, ഹൽ താരിഫുനി, നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആരാന്ന്? എന്ത് മനസ്സിലായി? നമ്മളാകെ ബേജാറിലല്ലേ? എവിടുന്നാണ് നീറ്റ് വരുന്നത്? ഖബറിന്നാണ്. ആകെ ബേജാറില്ല. നമ്മളെന്താ ചോദിക്കണേ? അവൻ ചോദിച്ചാ നമ്മൾ വരുന്നത് മംബഅസന, നമ്മൾ സുഖമായിട്ട് ഉറങ്ങേനി. അപ്പൊ ചോദിക്കുക, ആരാണ് ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചിങ്ങനെ വരുമ്പോ അതാ മുമ്പിലൊരാള്. മുമ്പിൽ ചോദിക്കുക, മൻ യാരിഫുനി, അറിയോ എന്നാരാ? അപ്പൊ നമ്മൾ പറയും, ആരിഫ്, എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്റെ വാപ്പിയമ്മയൊന്നുമല്ല, പിന്നെ ആരാ? മനസ്സിലായിട്ടില്ല. ഫയഖൂൽ, അയാൾ പറയുന്നു, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അൽമഅതുക ബിൽ ഹവാജിർ വഅസ്ഹർതു ലൈലക്. അല്ലാഹ്, ഞാൻ ആരാന്നറിയോ? ഞാൻ നിന്റെ സുഹൃത്തായ ഖുർആനാണ്, ഞാൻ നിന്റെ സുഹൃത്തായ ഖുർആനാണ്. നട്ടുച്ച നേരത്ത് നിനക്ക് ദാഹം നൽകിയ, രാവുകളിൽ നിന്റെ ഉറക്കമൊഴിപ്പിച്ച ഞാൻ